ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഒരു പോസ്റ്റ് വയ്ക്കാം. എം.എ. ഷഹനാസിൻ്റെ ഒരു പോസ്റ്റാണ്. പുള്ളിക്കാരി അതിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ഇപ്പോഴും കോൺഗ്രസ്സിലുള്ള പല ആളുകളും പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതെ, ശരി തന്നെയാണ്. ഒരു കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കേ രാഹുൽ മാങ്കൂട്ടം എന്നൊരു കറകളഞ്ഞ രാഷ്ട്രീയ നേതാവിനെ പിന്തുണയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഈ ഷഹനാസിനെ പോലെയുള്ള ഇപ്പുറം പറയുന്നത് അപ്പുറം ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന ചാരപ്പണി ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയ പണി അല്ല ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാദ്യം മനസ്സിലാക്കുക. നമ്മളിപ്പം റീസെൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയില്ലേ, ഷഹനാസ് വാർത്താ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് സ്വന്തം പാർട്ടിയെ വരെ, സ്വന്തം പ്രസ്ഥാനത്തിന് വരെ കരിവാരി തേക്കുന്ന രീതിയിലേക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടം ശക്തനായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത്, അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത്, ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇനി ഈ റീസെൻ്റായിട്ട് ഷഹനാസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഉടായ്പകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ഉടായ്പകൾ. ഇത്രയും ഉടായ്പ വെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ ഈ വ്യക്തിയെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇത്രയും ഉടായ്പ കൊണ്ട് നടക്കുന്ന ഈ ഷഹനാസിന് ഈ പാർട്ടി എന്തിനാണോ എന്തോ തീറ്റിപ്പൊറ്റിക്കൊണ്ട് നടക്കുന്നത് അല്ലേ. ഈ ഒരു ഷഹനാസിനെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നിരുന്ന് വിളിച്ചു പോയി ഷഹനാസിനെതിരെ ഒരിടത്തും ഒരു നടപടി എടുക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല. നേരെ മറിച്ച് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഉടനെ ചാടി അങ്ങോട്ട് പോകും നടപടി എടുക്കാനെ കൊണ്ട് അല്ലേ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഷഹനാസിൻ്റെ വേറൊരു ഉടായ്പ ഞാൻ കണ്ട്. ഒരു 2 കൊല്ലം മുമ്പ് ഒരു എഴുത്തുകാരനെ പറ്റിച്ചിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം കൊണ്ട് മറിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് അവസാനം പുള്ളിക്കാരനെയും ചതിച്ചിട്ട് പുള്ളിക്കാരൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയും വന്നിരുന്ന് പുള്ളിക്കാരനെ അപമാനിക്കുന്ന രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുക എടുക്കുകയെല്ലാം ചെയ്ത് ഒരു പരാതി പറയുന്ന ആ ഒരു എഴുത്തുകാരൻ്റെ വാർത്തയാണ് ഞാൻ റീസെൻ്റായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രമാത്രം ഉടായ്പകൾ ചെയ്ത് നടക്കുന്ന ഇവരെ എന്തിനാണോ എന്തോ ഈ ഒരു പ്രസ്ഥാനം താങ്ങിക്കൊണ്ട് നടക്കുന്നത്, ഈ പ്രസ്ഥാനത്തിലിരിക്കുന്ന ചുരുക്കം ചില ആളുകൾ, മുതിർന്ന നേതാക്കന്മാർ എന്തിനാണ് ഇവരെ താങ്ങിക്കൊണ്ട് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഷഹനാസിൻ്റെ കാര്യം പിന്നെ പറയണല്ലോ. പുള്ളിക്കാരി എങ്ങനെയാണ് കയറി വന്നത്, ആരെ പേഴ്സണൽ സ്റ്റാഫായിട്ടാണ് വന്നതെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം. KP അനിലിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടാണ് ഈ പുള്ളിക്കാരി കയറി വന്നത്. ഈ അനിൽ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് പിന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകളും നേതാക്കന്മാരും ജനങ്ങളെല്ലാം മനസ്സിലാക്കിയതാണല്ലേ. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇരുന്നിട്ട് സ്വന്തം പാർട്ടിയെ ചാരപ്പണി ചെയ്ത് പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പുറം കൊണ്ടുപോയി ചോർത്തി കൊടുത്തിട്ട് ലാസ്റ്റ് മറുകണ്ഠം ചാടിയ വ്യക്തിയാണ് ഈ അനിൽ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടാണ് ഈ പറയുന്ന ഷഹനാസ് കയറി വന്നിട്ടുള്ളത്. അപ്പം മൊത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുന്നൊരു ചെല്ലുണ്ടല്ലോ, അപ്പം അത് തന്നെയല്ലേ പ്രവർത്തിക്കുക. അപ്പോൾ അത് തന്നെയാണ് പുള്ളിക്കാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ചാരപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ ആരൊക്കെ ഉണ്ടോ ആരൊക്കെ നട്ടലുള്ള നേതാക്കന്മാർ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ തകർക്കാനെ കൊണ്ട് വൻ ഗൂഢാലോചനയായിട്ടാണ് ഷഹനാസ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഷാഫി പറമ്പിലെ പൂട്ടാനെ കൊണ്ട് നോക്കി. ഷാഫി പറമ്പിനെതിരെ കുറേ അമ്പുകൾ അങ്ങോട്ട് നെയ്ത് വിട്ട്, പക്ഷേ അതൊന്നും ഷാഫിയുടെ രോമത്തിൽ പോലും കൊണ്ടിട്ടില്ല. അപ്പം നേരെ അടുത്തത് രാഹുലിലോട്ട് പോയി. രാഹുൽ വഴി ഷാഫി പൂട്ടാനാണ് ഷഹനാസിൻ്റെ നീക്കം എന്ന് വേണമെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പെണ്ണ് കേസുകൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജനങ്ങളങ്ങ് വെറുത്ത് കല്ലെറിയുമെന്നുള്ളൊരു ധാരണയായിപ്പോയി. പക്ഷേ തെറ്റിപ്പോയി. ഷഹനാസ് എന്നൊരു വ്യക്തി ആരാണെന്ന് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, തെളിവുണ്ടെങ്കിൽ പുറത്ത് വിടുക, അതാണ് വീടുന്നത്. വാർത്താ ചാനലുകളിലൊക്കെ വന്നിരുന്ന് വിളിച്ചു പോവുകയല്ലോ. എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ വിട്, ഒരു സ്ക്രീൻഷോട്ട് വിട്. രാഹുൽ മാങ്കൂട്ടം വരെ വെല്ലുവിളിച്ച കേസാണ് അല്ലേ. വെല്ലുവിളിച്ച് തെളിവുണ്ടെങ്കിൽ വിടുക. ലാസ്റ്റ് കണ്ടില്ലേ അവസാനം എന്താണ്, വായടപ്പിച്ച് കളഞ്ഞു. 10 കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ വീട്ടിലേക്ക് അയച്ചു വിട്ടിട്ടുള്ളത്. പേപ്പർ 10 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. ആ 10 കോടി രൂപ രാഹുൽ മാങ്കൂട്ടത്തിനല്ല, പുള്ളി അത് 100 പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. നല്ല കാര്യം എന്ന് വേണമെങ്കിൽ പറയാം, നല്ല കാര്യം. എന്നിട്ടും ഇവരെ അഹങ്കാരം തീർന്നിട്ടില്ല. എന്നിട്ട് അവിടെ ഇവിടെയും പോയിരുന്നിട്ട് ബീച്ചിലൊക്കെ പോയിരുന്നിട്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടം 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചല്ലോ, അതിനെതിരെ ഈ പറയുന്നിട്ടുള്ള കളിയാക്കി ഫേസ്ബുക്കിനകത്ത് കൊണ്ട് പോസ്റ്റ് ഇടുന്നതൊക്കെ, ആ പോസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്, വായിച്ചതാണ് അല്ലേ. അപ്പം എല്ലാം ഒരു പുച്ഛഭാഗത്തോടു കൂടി കളഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ്, പുച്ഛത്തോടു കൂടി നോക്കി കാണുന്നൊരു വ്യക്തിയാണ് ഈ ഷഹനാസ്. ഇവരെയൊക്കെ എന്തിനാണോ ഈ പാർട്ടിയിൽ ഇരുത്തി ഇങ്ങനെ തീറ്റിപ്പോറ്റിക്കൊണ്ട് പോകുന്നത് അല്ലേ. എടുത്ത് കളയണം, അതാണ് വേണ്ടുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും റീസെൻ്റായിട്ട് ഞാൻ കണ്ട ആ ഒരു വാർത്തയുടെ, ഒരു എഴുത്തുകാരനെ പറ്റിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയല്ലോ, പുസ്തകങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി വിറ്റ് കുറച്ച് പൈസ ഉണ്ടാക്കിയ
ആ ഷഹനാസിനെതിരെ ആ എഴുത്തുകാരൻ പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾ കണ്ടു നോക്കണം. എന്നിട്ടും എന്തോ ചെയ്യുന്നറിയാം, ഇയാൾ പരാതി കൊടുത്തപ്പോഴത്തേക്ക് മാനനഷ്ടത്തിനും ഇതിനൊക്കെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാർ ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരിപാടിക്ക് ചെയ്തല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെയ്തല്ലോ. രാഹുൽ മാങ്കൂട്ടം സത്യം തുറന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ വാർത്താ ചാനലുകളെല്ലാം വിളിച്ചിരുത്തി കൂവയും തുപ്പയും തൂറയൊക്കെ ചെയ്തല്ലോ. അതുപോലെ ഈ എഴുത്തുകാരൻ പരാതി കൊടുത്തപ്പോഴത്തേക്ക് പിറ്റേന്ന് തന്നെ വാർത്താ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഈ വ്യക്തിയെ അപമാനിക്കുന്ന രീതി, ഈ വ്യക്തി അങ്ങനാണ് ഇങ്ങനെയാണ് അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ചാനലിലും വന്നിരുന്ന ഈ പുള്ളിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്തായാലും നിങ്ങൾ ആ വാർത്തയൊന്ന് കണ്ടു നോക്കും. കേസ് കൊടുത്ത പ്രസാധക എം.എ. ഷഹനാസിന് എഴുത്തുകാരൻ വി.ആർ. സുധീഷ് മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു. പ്രസാധകയുടെ പരാതിയെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളാണ് വി.ആർ. സുധീഷിനെതിരെ ചുമത്തിയത്. 15 ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് എഴുത്തുകാരന്റെ ആവശ്യം. ഭീഷണിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് പ്രസാധക എം.എ. ഷഹനാസിന്റെ പരാതിയിൽ എഴുത്തുകാരൻ വി.ആർ. സുധീഷിനെതിരെ ചുമത്തിയിരുന്നത്. എൻ്റെ പുസ്തകം വേണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട്, ആദ്യ പുസ്തകം മാഷിൻ്റേതായിരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു പുസ്തകം അവർക്ക് കൊടുത്തത്. ഇവർ ഈ പുസ്തകം നന്നായിട്ട് വിറ്റഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഒരു കാശും തന്നില്ല, അഗ്രിമെൻറ്റ് തന്നില്ല. അതിനെ കളിയാക്കി ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴാണ് എനിക്കെതിരെ ഇങ്ങനെ പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ. കേസിൽ വി.ആർ. സുധീഷിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു. കുറേ ഞാൻ സഹിച്ചു. എല്ലാ ചാനലുകളൊക്കെ കയറിയിട്ട് എന്നെപ്പറ്റി പലതരത്തിലുള്ള കള്ളക്കഥകൾ, ഒരു ചാനലിൽ പറയുന്നതല്ല വേറൊരു ചാനലിൽ പറയുന്ന കഥ, ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞപ്പോഴും ഞാനിതിന് നിർബന്ധിതനായതാണ്. കണ്ടല്ലോ, ഇതുപോലുള്ള ഉടായ്പകളെയാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ കുറച്ച് നേതാക്കൾ ചുമന്നുകൊണ്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എന്തൊരു കഷ്ടമാണെന്നല്ലേ, പുച്ഛമാണ് തോന്നുന്നത് അല്ലേ. എന്തൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലൊരു ആരോപണം വന്ന സമയത്ത് ഇതുപോലൊരു രാഷ്ട്രീയ നേതാവിനെ, ഇത്രയും നട്ടലുള്ളൊരു നേതാവിനെ ചങ്കൂറ്റത്തോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ആ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഈ ഒരു രാഹുൽ മാങ്കൂട്ടം എന്നൊരു പറഞ്ഞൊരു വ്യക്തിയെ, സത്യം പറഞ്ഞാൽ ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം എതിർ ടീമുകളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും നട്ടലോടുകൂടി അതിനെ ചോദ്യം ചെയ്യാനും അതിനെ പ്രതികരിക്കാനും രാഹുൽ മാങ്കൂട്ടം മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ വേറൊരു മനുഷ്യനും ഇല്ലായിരുന്നു അല്ലേ. വേറൊരു മനുഷ്യനും ഇല്ലായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് എത്ര വിവാദങ്ങളിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന ആളുകളുടെ മേലിൽ ഈ സ്വർണ്ണക്കുളയുമായിട്ട് വന്ന വിവാദങ്ങളിലെല്ലാം പ്രതികരിച്ച് നമ്മൾ കണ്ടതാണ്. വി.ഡി. സതീശിനെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് അതിനെതിരെ പ്രതികരിച്ച് നമ്മൾ കണ്ടതാണ്. അടൂർ പ്രകാശിനെ SIT വിളിപ്പിച്ചത് പോറ്റിയുമായിട്ട് നിന്നൊരു ഫോട്ടോയിൽ ചോദ്യം ചെയ്തല്ല കേസിനകത്ത്. അപ്പോൾ അതിനകത്തൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതാണ് ഒരു കറകളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്ത് താങ്ങി തണലായിട്ട് അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം. വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ഒരു പ്രസ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ? എത്ര പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്? ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല, ഒരാൾ പോലും വാ തുറന്നിട്ടില്ല. അതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലെ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറയുന്ന വാക്കുകളൊക്കെ അത്രയും നല്ല മോനയുള്ള വാക്കുകളാണ്, നല്ല കറക്റ്റ് കാര്യങ്ങളാണ്. അത് എതിരാളികൾക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് പുള്ളിയുടെ ഇത്രയും വെറുപ്പ് തന്നെ ആ മറ്റുള്ള ആളുകൾക്ക് എതിരാളികൾക്ക് ഉണ്ടാവാൻ തന്നെ കാരണം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്നൊരു പറയുന്ന ഒരു വ്യക്തിയെ കോൺഗ്രസിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമായി എന്ന് ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാണും. പിന്നെ ആർക്ക് വേണമെങ്കിലും കോൺഗ്രസ് പാർട്ടിയിലിരിക്കുന്ന ആളുകളെയും കോൺഗ്രസ് പാർട്ടിയിട്ട് തട്ടിക്കളിക്കാമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളൊക്കെ പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം ആ ഒരു പാർട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്, അത് വേറെ കാര്യം. ഓക്കെ, ഇനി ഈ എം എ ഷഹനാസ് ഉണ്ടോ, ഈ എം എ ഷഹനാസ് എന്ന് പേര് വരാൻ തന്നെ കാരണമെന്ന് പല ആളുകളും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവർ MK മുനീറിൻ്റെ ഒലിവ് പബ്ലിക്കേഷനിൽ ചെറിയ ശമ്പളത്തിലെങ്ങാണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സ്റ്റാഫായിരുന്നു ഈ MA ഷഹനാസ്. അപ്പോൾ അതിൽ നിന്നാണ് ഇവർ സ്വന്തമായിട്ടൊരു മാക്ബക്ക് അങ്ങനെ കണ്ട പറഞ്ഞൊരു പബ്ലിക്കേഷൻ തുടങ്ങുന്നു. മാക്ബക്ക് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഇത് തുടങ്ങുന്നു. അവിടെ നിന്നാണ് ഈ പേര് MA എന്നുള്ളൊരു പേര് ഇവർ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അത് തുടങ്ങാനുള്ള കാരണമൊക്കെ ചിലപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതിലും വലിയ ഉടായ്പകളായിരിക്കാം. സ്വന്തമായിട്ടിപ്പം MK മുനീറിൻ്റെ ഒലിവ് പബ്ലിക്കേഷനിൽ നിൽക്കുന്നു, അതിനുശേഷം സ്വന്തമായിട്ടൊരു പബ്ലിക്കേഷൻ തുടങ്ങുന്നു. അപ്പോൾ അതും അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അതും ഉടായ്പാന്ന് മിക്കവാറും കണ്ടെത്തും. അങ്ങനെ എന്തൊക്കെ ഉടായ്പകളാണ് ഇവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ അങ്ങോട്ട് ഒളിച്ച് ഉരിച്ച് വെളിയിലോട്ട് വെച്ച് തരാം, ജനങ്ങളെ മുമ്പിലോട്ട് കാണിച്ച് വെച്ച് തരാം എന്ന് വന്ന വ്യക്തിയുടെ ഇപ്പം കുഞ്ഞുനാളിൽ പാല് കുടിച്ച കാര്യങ്ങൾ വരെയാണ് ഇപ്പം വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി
കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള കൊടുത്തിട്ടുള്ള സംഭാവനകൾ ഒരുപാടാണ്. ആ ഒരു പ്രസ്ഥാനത്തിനെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രസ്ഥാനം സത്യം പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി കടന്ന സമയത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തുള്ള യുവ നേതാക്കൾ മുമ്പോട്ട് വരികയും ആ ഒരു പ്രസ്ഥാനത്തിനെ ഒന്ന് ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇവർ തന്നെയാണ് അല്ലേ. ഷാബി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, അങ്ങനെയുണ്ട്, ഒരുപാടുണ്ട്. യൂത്ത് കോൺഗ്രസിനകത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് വേറെയും യുവജന നേതാക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരു സപ്പോർട്ടാണ് ഇപ്പം കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പാർട്ടി തകരുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പം നിൽക്കുന്ന ഈ മുതിർന്ന നേതാക്കളെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് കഴിവാണുള്ളത്? ഒരു കഴിവില്ലാത്ത ആളുകളാണ് അല്ലേ. വായ്ത്താളം അടിക്കാൻ മാത്രമേ ഇവരെ കൊണ്ട് പറ്റൂ, ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും എന്തോരം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെന്നറിയാമോ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരിക്കുന്നത്. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി പാലക്കാടേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിവിടെ ഒരു വീട്ടമ്മയുടെ ഒരു വോയിസ് വെക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇത്രയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ആ വ്യക്തിയുടെ കഴിവ് കണ്ടിട്ട് തന്നെയാണ് രാഷ്ട്രീയത്തിൽ അയാളുടെ കഴിവും അയാൾ കൊടുത്തിട്ടുള്ള സംഭാവനകളും ആ രാഷ്ട്രീയത്തിൽ അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്, അല്ലാതെ അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. പിന്നെ പുള്ളിക്ക് പറ്റിയൊരു തെറ്റ്, അത് പുള്ളി തിരുത്ത് വരെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അതിപ്പം മനസ്സിലായിട്ടുണ്ട്, അത് തിരുത്ത് വരെ ചെയ്തിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങൾ പറ്റാത്തതായിട്ടൊന്നും ആരും ഇല്ലല്ലോടെ. ഈ ഇരിക്കുന്നവരല്ല, ഈ MLA സ്ഥാനത്തും മന്ത്രിസ്ഥാനത്തൊക്കെ ഇരിക്കുന്നവരെല്ലാം 100% പെർഫെക്റ്റാന്ന് പറയാൻ പറ്റുമോ? ഒരുത്തനും പെർഫെക്റ്റ് അല്ല. ഇതിലും വലിയ ചെറ്റത്തരങ്ങളൊക്കെ ചെയ്ത ആളുകൾ ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള മന്ത്രിസഭയിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലും വലുതായിട്ടൊന്നുമല്ലല്ലോ. എന്തായാലും നിങ്ങൾ ആ വീട്ടമ്മയുടെ വോയിസ് ഒന്ന് കേട്ടു നോക്കുക. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നതിനാന്ന് പറഞ്ഞത് ഇവർ പറയുകയല്ല ചെയ്യാനുള്ളത്. മക്കളുള്ള ആരും ഇതൊന്നും ചെയ്യരുത് എന്നുള്ള സാറ് ഈ കേക്കത്തിനും ഈ പിണറായിയുടെ കൂടെ കൂടിക്കൊണ്ടല്ലേ ആ മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കി കളഞ്ഞത്. ഇനി അവന് രാഷ്ട്രീയ ഭാവിയുണ്ടോ? അവന്റെ ജീവിതത്തിലൊരു ഭാവിയുണ്ട്. ആര് പറഞ്ഞു? അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇതൊക്കെ അവനെ വളർത്തിയേക്കുന്നേ ഉള്ളൂ. 4-5 മാസം അവൻ അനുഭവിച്ചതിന്റെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവത്തിൽ അവൻ ഏറ്റവും വലിയ നേട്ടമായി മാറും അത്. എന്റെ പൊന്നു സാറേ, അന്ന് തൊട്ട് ഇതെന്നും കാണുകയും കേൾക്കുന്നത് എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്നാ. ഞാനൊരു മലയാളം മലയാളിയാണ്, പുനൈന. എൻ്റെ പേര് രാജൻ. ഞാനതായത് ഒരു 50 വർഷമായി നാട് വിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. സാറ് പറയുന്ന മിക്കവാറും ഞാൻ ചാനൽ കാണാറുണ്ട്. അതായത് ഞാൻ ഇവരൊക്കെ കൊച്ചുനാളിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ് ജീവിച്ചു. ഈ മാങ്കൂട്ടത്തിനെ പറ്റി പറയുന്നതായിട്ട് ഞാൻ കേട്ടുന്നത്. ഞാനൊരു രോഗിയാണ്, ഞാനൊരു ക്യാൻസർ രോഗിയാണ്. ഞാനിപ്പം കീമോ എടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കുക. ഇപ്പം സാറിൻ്റെ ചാനൽ കണ്ടു, ആ നമ്പർ അതിൽ കിട്ടി, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത്. നിങ്ങളൊക്കെ വേണം പറയാൻ, അവൻ പാവം. ഞാൻ നാളെ മരിച്ചു പോയാലും ആ പയ്യനെ നിങ്ങളെല്ലാവരും കൂടെ കൊണ്ടുവരണം, അവൻ നല്ലൊരു ഭാവിയിലെത്തും. സാറേ, ഞാനിവിടെ എറണാകുളത്ത് നിന്ന് വിളിക്കുക. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നതിന് ശേഷം നല്ല രീതിയിലൊന്ന് ആഹാരം കഴിക്കുകയോ നല്ല രീതിയിൽ ദിനചര്യകളിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പോലും ഈ ഒരു കേസിന്റെ കാര്യത്തിൽ വേണ്ടിയായിരുന്നു. ഇതിന് വിജയം കിട്ടണം എന്നായാലും പണ്ട് ഇതിനു മുമ്പ് ഒരു സഹോദരി പറഞ്ഞപ്പോ എന്റെ ശരീരത്തിൽ ഒരു വല്ലാത്ത ഒരു ഇതുണ്ടായി. യേശു ക്രിസ്തുവിനെ ഞാൻ അവനിൽ കണ്ടത്. അവൻ നിശബ്ദനായിട്ട് ചിരിച്ചുകൊണ്ട്, യേശു പീഡകളെല്ലാം സഹിച്ചത് ചിരിച്ചുകൊണ്ടും നിശബ്ദനായിട്ട് നിന്ന് എല്ലാം സഹിച്ച് വിജയത്തിലെത്തി, ഉയർത്തെണീറ്റ് എന്നതുപോലെ ഈ മോന് എന്നായാലും നീതി കൊടുക്കണമെന്നുള്ള ഇവൻ അങ്ങേയറ്റം ആ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതുപോലെ ഇവൻ ഒരു ആ ഡൽഹി വരെ അവൻ ഭരിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു കുഞ്ഞാണ്. ഇവന് ഈ വയസ്സായ കിളവന്മാരെ എല്ലാം ഈ നിയമസഭയിൽ നിന്ന് മാറ്റിയിട്ട് ഈ കുഞ്ഞിന് 1ാം സ്ഥാനം കോൺഗ്രസിൽ കൊടുക്കണം. ഇവന്മാരെല്ലാം തിരിച്ചു വിളിക്കും ഈ കുഞ്ഞിനെ. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ഇത് സത്യം എന്നായാലും ജയിക്കുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ട്. ഒരുപാട് പേർക്ക് വിളിക്കാൻ അവസരങ്ങൾ കൊടുക്കുക, അങ്ങനെ വിളിച്ച് ഇതിന്റെ സത്യാവസ്ഥ ലോകരറിയട്ടെ. കേട്ടല്ലോ, ഇതുപോലുള്ള ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരവ് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക.